വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ചാപ്റ്റർ, 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ആണ്. അതിലെ 11ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം 5ാം ക്ലാസ്സിലെ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്നത് പഠിച്ചു. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത് നിയമവും സമൂഹവും. ഇത് എന്തൊക്കെയാ പറയുന്നത്? വിവര സാങ്കേതിക വിദ്യാ നിയമം, ബാലവേല നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ കമ്മീഷനുകള്, ബാലനീതി നിയമം, പോക്സോ ആക്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റോഡ് നിയമങ്ങൾ, ഇതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് നിയമവും സമൂഹവും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ. അപ്പൊ 5ാം ക്ലാസ്സിലത്തെ ഒരു ചാപ്റ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ല നമുക്ക് പഠിക്കാൻ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ അല്ല പഠിക്കേണ്ടത്. ചെറിയ ക്ലാസ്സിലെ തൊട്ട് പഠിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ബേസും കൂടി കിട്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് തന്നെ നിയമം എന്താണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കി നോക്കാം. കണ്ടോ, ഇവിടെ ബോക്സിൽ കൊടുത്തേക്കണം, നോക്കൂ. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. എന്താണ്? ഒരു സമൂഹം ഭംഗിയായി നിലനിന്നു പോണമെങ്കിൽ, അതിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കണമെങ്കിൽ ആ സമൂഹം അംഗീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളെയും വ്യവസ്ഥകളെയും നമുക്ക് നിയമം എന്ന് വിളിക്കാം. ഇനി അടുത്തത് പറയാണ്, മനുഷ്യർ സാമൂഹിക ജീവികളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അത് നമ്മൾ പഠിക്കണ്ട. അതുപോലെ ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഒക്കെ ഉറപ്പുവരുത്തുന്നത് എന്താണ്? നിയമങ്ങളാണ്. അപ്പൊ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? നിയമം എന്ന് പറയുന്നത്. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്ക് മേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളൊക്കെ അത്യാവശ്യമാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ പൊതു താല്പര്യങ്ങൾ കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു സാമൂഹിക ജീവികളാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ആ എന്താ പറയാ ധർമ്മമാണ്, ആ ചിട്ടകളെയാണ് നമ്മൾ നിയമങ്ങൾ എന്താ പറയുന്ന ആ ചിട്ടകളാണ് നിയമങ്ങള് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ധർമ്മങ്ങളാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത് കേട്ടോ. ഇനി നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ വലിയ പ്രശ്നങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ എന്താക്കും? അപകടത്തിലാക്കും. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത്. ഒന്ന്, സാമൂഹിക വഴക്കങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങൾ. അടുത്തത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. എന്താണ് സാമൂഹിക വഴക്കങ്ങള്? ഒരു കുടുംബത്തിൽ താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, കുടുംബത്തിലെ ചില നമ്മൾ ചിട്ടകളും വട്ടകളും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. ആ ചിട്ടകളും വട്ടങ്ങളൊക്കെ നമ്മുടെ വീട്ടില് എന്താണ്? ബൈലോ എഴുതി വെച്ചിട്ടൊന്നുമല്ല, കമ്പനി ബൈലോ പോലെ അല്ലെ. അതെന്താണ്? നമ്മള് പൂർവികരായിട്ട് തുടർന്നു കൊണ്ട് പോകുന്ന ചില കാര്യങ്ങളാണ്, നമ്മൾ അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ സാമൂഹിക വഴക്കങ്ങൾ അഥവാ സോഷ്യൽ നോംസ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമൂഹിക വഴക്കങ്ങൾ. അലിഖിത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി ഇവ പൊതുവെ കൃത്യമായി. ഇനി അടുത്തത് നോക്കുക, അതായത് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. എന്നാൽ സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമാണ് അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ പരിഷ്കരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് ഗതാഗത നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എന്താണ്? രാഷ്ട്രം എന്ന ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെ നമ്മൾ രാഷ്ട്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ? ജനസംഖ്യ രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്, ഭൂപ്രദേശം രാഷ്ട്രത്തിന്റെ ഘടകമാണ്, ഗവൺമെന്റ് രാഷ്ട്രത്തിന്റെ ഘടകമാണ്, അതുപോലെ തന്നെ പരമാധികാരവും എന്തിന്റെ ഘടകമാണ്? രാഷ്ട്രത്തിന്റെ ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കുന്നത്. ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. കോടതി വിധികള്, വ്യാഖ്യാനങ്ങൾ,
തീരുമാനങ്ങള്, നിർദ്ദേശങ്ങള് പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുമുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുക. ഇതിവിടെ ഗതാഗത നിയമങ്ങളാണ്, നമുക്ക് പൊതുവെ അറിയുന്നതാണ്. ഇതൊന്നും നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോ എന്താ പറയാ ടെസ്റ്റ് ചെയ്താൽ പോവല്ലോ അല്ലെ, ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല, ഒന്ന് നോക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയ നമ്മളൊക്കെ അറിയുന്ന കുട്ടികളാണ് അല്ലേ. ഇനി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാൽനട യാത്രക്കാരെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാ പറയണത്? നമ്മുടെ രാജ്യത്തെ വാഹന ഗതാഗതം റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ്. കണ്ട, അപ്പൊ വാഹന ഗതാഗതം എങ്ങനെയാണ്? റോഡിന്റെ ഇടതുവശത്തു കൂടിയാണ്. റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും അല്ലെ. ഇടതുവശത്തു കൂടിയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റോഡിന്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. രണ്ടുപേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കാനായിട്ട് പാടില്ല. കാൽനട നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനട യാത്ര പാടില്ല. ഇത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളോട് ചോദിക്കില്ല എന്നും പറയാൻ പറ്റില്ല. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടക്കാനായിട്ട് പാടില്ല. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം റോഡ് മുറിഞ്ഞു കടക്കണം. സീബ്ര ക്രോസിംഗിലുള്ള സ്ഥലങ്ങളിൽ അതിലൂടെ മാത്രമേ റോഡ് മുറിഞ്ഞു കടക്കാവൂ. സിഗ്നലുള്ള സ്ഥലങ്ങളിൽ കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നത് വരെ നമ്മള് കാത്തു നിൽക്കണം. കാൽനട യാത്രക്കാർക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മേൽപ്പാലങ്ങള്, സ്കൈ വാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഇനി അടുത്ത നമ്മൾ സൈബർ നിയമത്തിലേക്ക് വരികയാണ്. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം. അപ്പൊ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇടപാടുകൾക്ക് നമുക്ക് സുരക്ഷിതത്വം വേണ്ടേ, അതിനു വേണ്ടി വന്നിട്ടുള്ളതാണ്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവയാണ് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത് നോക്കാം, കുട്ടികളും കുട്ടികളുടെ അവകാശങ്ങളും. ബാലവേല നിരോധന നിയമം, അതുപോലെ തന്നെ ബാലാവകാശ നിയമം, അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്നതാണ് ബാലവേല നിരോധന നിയമം 1986. അപ്പൊ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമായിട്ടുള്ളത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ. അപ്പൊ ബാലവേല നിരോധന നിയമം 1986, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കാനായിട്ട് പാടില്ല. അടുത്ത നോക്കാം, വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അടുത്ത നോക്കാം, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ എന്തുണ്ട്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ട്. അപ്പൊ ദേശീയ തലത്തിലുണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ അല്ലെ, സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകൾ ഉണ്ട് അല്ലെ. ഇനി അടുത്തത് ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനക്കാരായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. അതായത് കുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ അവഗണിക്കാൻ പാടില്ല, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കാൻ പാടില്ല, അടിമവേല ചെയ്യിക്കാനായിട്ട് പാടില്ല, ലഹരി വസ്തുക്കൾ നൽകാനായിട്ട് പാടില്ല, അതിന്റെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കാനൊക്കെ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് എന്നാണ് ബാലനീതി നിയമം 2015 പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൂൺ 12 ബാലവേല
ബാലവേല ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. അടുത്ത ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ഇവിടെ പെട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. 1098 അല്ലെങ്കിൽ 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ക്ലിയർ ആയില്ലേ? അടുത്തത് പോക്സോ ആക്ട് 2012. പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ലിംഗ പദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. എന്തിനാണ് ലിംഗ പദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ഇനി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ. ഇതിന്റെ മലയാളമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് പോക്സോ ആക്ട് 2012 നടപ്പിലാക്കിയിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അന്താരാഷ്ട്ര തലത്തിൽ 1980 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താണ് നിയമ അവാഴ്ച? വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ തമ്മിൽ എന്താ പറയാ കുറെ അധികം നിയമങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ നിയമത്തിനു മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവ വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. അപ്പൊ എന്താ നിയമവാഴ്ച? എന്താണ്? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? നിയമവാഴ്ച എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് നിയമവാഴ്ച എന്താണെന്ന് പറഞ്ഞ? ഇനി ഇവിടെ അടുത്തത് സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും കുറിച്ചും കൂടി പറയുന്നുണ്ട്. എന്താണ് സുപ്രീം കോടതി? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നു. അത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈക്കോടതി. കേരളത്തിന്റെ ഹൈക്കോടതി എവിടെയാണ്? എറണാകുളത്താണ് എന്നും കൂടി ഇവിടെ പറയുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. സുപ്രീം കോടതി ഉണ്ട്, ഹൈക്കോടതി ഉണ്ട്, ഓരോ ജില്ലാതലത്തിൽ ജില്ലാ കോടതി ഉണ്ട്, കൂടാതെ കീഴ്ക്കോടതികളുണ്ട്. ഇങ്ങനെയാണ് കോടതികളുടെ ഒരു രീതി എന്ന് പറയുന്നു. അപ്പൊ ഇത്രയാണ്. ഇനി തുടർ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ചെയ്തു പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു കാര്യമാണ്. ഇതിൽ കുറച്ച് നിയമങ്ങളും അതിന്റെ വർഷങ്ങളും അതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതോടുകൂടി 5ാമത്തെ ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കഴിഞ്ഞു. ഇനി നാളെ 6ാമത്തെ സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ക്ലാസ് പഠിക്കാം. 6th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്ററുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അത് നാളെ പഠിക്കാം കേട്ടോ. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.